ദേഹമെങ്ങോര വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെങ്ങോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി, പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ, എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ. സ്വർഗരാജ്യത്തു ചെന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലത്തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ, എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി, ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടും കാട്ടുമുന്തിരി കിളുത്തെങ്കിൽ, ഇത്രയും സുരക്ഷിതമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടും കാട്ടുമുന്തിരി അനുഭവിച്ചെങ്കിൽ, ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാണ്, നിങ്ങൾ കാണുന്നത് പോലെയല്ല, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാണ്, എൻ്റെ പിതാവാണ് ഈ തോട്ടക്കാരൻ, എന്നിൽ കായ്ക്കാത്ത ഒരു കൊമ്പും നിലനിൽക്കാൻ കഴിയത്തില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിന് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾക്ക് അധികം ഫലം പുറപ്പെടുവിക്കാം. യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഫലമുള്ളവരായി, നിങ്ങൾ അനേകർക്കും ഫലം കൊടുക്കുന്നവരായി തീരണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലം കൊടുക്കാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ വചനം പറയുന്നത് നിങ്ങളെ ചെത്തിവെടിപ്പാക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധി വരും. അപ്പോൾ കർത്താവ് ചെത്തുകയും വെടിപ്പാക്കുകയും ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യേണ്ട? ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ ശിക്ഷ നീ നിരസിക്കേണ്ട. കർത്താവ് നമ്മെ തല്ലുന്നെങ്കിൽ നന്നാകാൻ വേണ്ടിയാണ്, അധികം ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. നല്ല ഫലമുണ്ടാകണമെങ്കിൽ ഇച്ചിരി നന്നായി നാം ബുദ്ധിമുട്ട് അനുഭവിച്ചേ പറ്റൂ. എന്താ? നല്ല മുന്തിരി ഉണ്ടാകണം.
കാട്ടുമുന്തിരി കായ്ക്കാനല്ല, നല്ല മുന്തിരി ഫലം നിനക്കുണ്ടാകണം, നല്ല ഫലമുണ്ടാകണമെന്ന പിതാവാകുന്ന ദൈവം വില കൊടുത്ത് നമ്മെ മേടിച്ചതാണ്. അവൻ്റെ രക്തം കൊടുത്തു മേടിച്ച സഭയാ പുതിയ നിയമസഭ. അവൻ്റെ രക്തം കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ആദം ദമ്പതിമാരെ ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദമിൻ്റെ വാരിയെല്ലൊന്നെടുത്തു ഹൗവയെ സൃഷ്ടിച്ചു. ആദമിന് ഗാഠനിദ്ര വരുത്തി ഹൗവയെ പുറത്തെടുത്തു. അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭയെ യേശു കർത്താവിനെ ക്രൂശിൽ കൊടുത്തിട്ട് അവൻ്റെ അവസാനത്തുള്ള രക്തവും അവൻ്റെ വിലാപ്പുറത്ത് കുന്തമൂരി കുത്തി അവൻ്റെ വിലാപ്പുറത്തു നിന്ന് അവസാനത്തുള്ള രക്തവും പുറപ്പെടുത്തു വന്നു. അവൻ രക്തം കൊടുത്തു മേടിച്ച സഭയാണ് ദൈവസഭ. അപ്പോൾ ആ സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ നല്ല ഫലങ്ങളുണ്ടാകണം. ചെറുകുറുക്കന്മാർ വന്ന് നമ്മുടെ ഫലത്തെ കളയാനല്ല, നല്ല ഫലമുണ്ടാകുവാൻ വേണ്ടിയ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം ലോകമാകുന്ന പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്നിലും നിന്നിലും നല്ല ഫലമുണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ യേശുവിനെ പ്രൊമോട്ട് ചെയ്യാം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഈ ദിവസങ്ങൾ യേശുവിനെ പ്രൊമോട്ട് ചെയ്താട്ടെ. അവൻ നല്ല മുന്തിരിവള്ളി, അവൻ സാക്ഷാൽ മുന്തിരിവള്ളി. എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. അപ്പോൾ ആ സാക്ഷാൽ നല്ല മുന്തിരിയാകുന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവൻ നല്ലത് തരുവാൻ, നല്ല ഫലമുണ്ടാകാൻ, ചീത്ത ഫലങ്ങളെ മാറ്റി വെടിപ്പാക്കി നിങ്ങളെ കർത്താവിനെ കൊള്ളാവുന്നവരാക്കി നിർത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. എത്ര പേര് അതിനായി തയ്യാറാകും? നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റം ആസന്നമായിരിക്കുന്ന നാളുകളിൽ എത്ര പേര് അതിന് തയ്യാറാകും? നീ ചിന്തിച്ചാട്ടെ. ഏത് നിമിഷവും നമ്മുടെ യേശു മധ്യാകാശത്തിൽ വെളിപ്പെടും. നല്ല ഫലം നിന്നിൽ കായ്ക്കാനുണ്ടോ? നല്ല ഫലമുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. എണ്ണയുണ്ടോ നിൻ്റെ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പാട്ടുകാരൻ ചോദിച്ചതുപോലെ നമുക്ക് ഒരുങ്ങിയിട്ടുണ്ടോ ആ നല്ല ഫലം അനുഭവിപ്പാൻ? കൊയ്ത്തിൻ്റെ കാലത്ത് കൊയ്ത്തിൻ്റെ യജമാനൻ നമ്മെ കൊയ്തെടുക്കുമ്പോൾ നല്ല ഫലങ്ങളെ മാത്രമാണ് ആ നീതിയിലേക്ക് കൊണ്ടുപോകും. മോശമായത് തീയിലിട്ട് ചുട്ടുകളയും. നല്ല ഫലം കായ്ക്കുന്നവരായി തീരാൻ യേശു നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.